സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഗെയിമർ ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ മതിയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഐസിറ്റിയുടെ ഗെയിം പ്ലേ പാർട്ട് 2 ആണ്. നിങ്ങൾ പാർട്ട് 1 എല്ലാവരും കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനകത്താണ് നമ്മൾ ഈ ഐസിറ്റിയുടെ ഗെയിം പ്ലേയുടെ വീഡിയോ എല്ലാം നമ്മൾ അതിനകത്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതിനകത്തും കാണാം, അല്ലാതെ കാണാം. നിങ്ങൾക്ക് ഈസി ആയിട്ട് എല്ലാം വീഡിയോ കിട്ടുന്നത് പ്ലേലിസ്റ്റിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനകത്തൊന്നും ഉണ്ടാവും. ഗൈസ് സോറി, ഞാൻ എൻ്റെ ഇടയ്ക്കൊരു മിഷൻ ഉണ്ടായിരുന്നു, അത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. റെക്കോർഡ് ചെയ്തത് ഡിലീറ്റായി പോയി. അതുകൊണ്ട് ആ ഒരു മിഷൻ മാത്രം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള വേറൊരു മിഷനാണ് കളിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് സ്റ്റോറി സ്കിപ്പ് ചെയ്തു. എന്നിട്ട് നമുക്ക് മിഷൻ തൊട്ട് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ നമുക്ക് ഒരു കടയിലാണ് പോകേണ്ടത്. നമ്മുടെ കോസ്റ്റ്യൂം മാറ്റുക. എന്നിട്ട് നമ്മൾ കുറേ വണ്ടികൾ എടുത്തിട്ട് അത് കത്തിക്കണം. അത് കത്തിക്കുമ്പോൾ നമ്മുടെ മെഷീനിൽ നിന്ന് നമുക്കൊരു $1000 കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ആ മെഷീനിലോട്ട് കറക്കാൻ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മളപ്പോൾ മിഷൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഷോപ്പിലോട്ട് പോവുകയാണ്. എത്തിയിട്ടുണ്ട്. ഈ പിങ്ക് മാർക്കാണ് നമ്മുടെ ഷോപ്പ്. ഇവിടെ ചെന്നിട്ട് നമ്മൾ ഡ്രസ്സ് മാറ്റണം. ഡ്രസ്സ് മാറ്റിയിട്ട് നമുക്ക് തിരിച്ച് ആ മിഷൻ ചെയ്യാനുള്ള സ്ഥലത്ത് പോയിട്ട് നമ്മുടെ മിഷൻ തുടങ്ങണം. അങ്ങനെ നമ്മൾ ഈ ഡ്രസ്സിലാണ് പോണത്. ഇനി നമുക്ക് നേരെ ഇപ്പം എന്തോന്നും എടുത്തുകൊണ്ട് പോകും. സ്കൂട്ടി എടുത്തിട്ട് നമുക്ക് നേരെ ആ സ്ഥലത്തോട്ട് പോകാം. ഇനി സ്കൂട്ടിയിൽ ഒഞ്ഞെടുക്കുകയാണ് പോലെ. നമുക്ക് ബൈക്ക് എടുക്കാം. ബൈക്ക് മറ്റേ ഈ സ്ഥലത്തിൻ്റെ പേരെന്തിരെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. എന്തുവാണ് ഈ സ്ഥലമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അയ്യോ ഈ സ്ഥലം ഇതിൻ്റെ ഇടയ്ക്കൂടെ പോകുമ്പം അതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയൊരു തോക്ക് കിട്ടുന്ന സംഭവമുണ്ട്. അത് ഞാൻ നേരത്തെ എടുത്തായിരുന്നു. അതുകൊണ്ട് എൻ്റെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, അവിടെ തോക്കുണ്ട്. എന്നിട്ട് നമുക്ക് നേരെ ആ ബൈക്ക് എടുത്തിട്ട് പോകാം. അപ്പം ബൈക്കിൽ നിന്ന് നമുക്ക് സീനായിട്ട് വെടിവെക്കാം. ഈ സ്കൂട്ടി വെച്ച് വെടിവെക്കുമ്പോൾ ഒരു എല്ലാ തുലിക്കണക്കില്ലേ. അതുകൊണ്ട് ഞാൻ ബൈക്ക് തന്നെ എടുക്കുക. നമുക്ക് നേരെ മിഷൻ നടക്കുന്ന സ്ഥലത്തോട്ടങ്ങ് പോകാം. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ ചെന്നിട്ട് 4 വർക്കേഴ്സിനെ കൊല്ലണം. എന്നിട്ട് നമ്മൾ തിരിച്ച് 4 വർക്കേഴ്സിനെ കൊന്നിട്ട് ഒരു 4 വണ്ടിയുണ്ട്, അത് നമ്മൾ കൊണ്ടുപോയി പൊട്ടിക്കണം. ഇതിനിടയ്ക്ക് നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാം. അവർ മിക്കവാറും നമ്മളെ കൊല്ലും. നമ്മൾ അങ്ങോട്ട് അവർ കൊന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ആ മിഷൻ കളിക്കുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് വരുന്നതെന്ന്. നിങ്ങൾ മുന്നേ വൈസിറ്റി കളിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നൈസായിട്ട് ഒന്നങ്ങ് തെറിച്ച് ചെയ്യുന്നു. എവിടെ എൻ്റെ ബൈക്ക്? വേർ ഇസ് മൈ ബൈക്ക്? അതുകൊണ്ട് കിടക്കുന്നു. നമുക്കപ്പോൾ നേരെ അങ്ങോട്ട് ബൈക്കിൽ കയറിയിട്ട് നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ എത്താറായി. മറ്റേ പാലമില്ല, പാലത്തിലൂടെ ആയിരുന്നു പോകേണ്ടത്. പക്ഷേ ജസ്റ്റ് ഒന്ന് വഴി മാറിപ്പോയി. നമുക്ക് റിട്ടേൺ തിരിക്കാൻ വയ്യാത്തപ്പോൾ നമ്മൾ ഈ പാലം വഴി പോകും. മാറിയിട്ടാ ചെങ്ങായി. ഞാനിപ്പോൾ പോകണേ. അയ്യോ എന്തോന്ന്. നമുക്ക് നേരെ ഈ ഗണ്ണ് കൊണ്ടുപോയി അവരുടെ മേത്ത് വെടി വെക്കണം. എന്നിട്ട് നമ്മൾ 4 വർക്കേഴ്സിനെ വെടി വെക്കണം. എന്നിട്ട് നമുക്ക് ആ ഗേറ്റ് തുറക്കുമ്പോൾ അകത്ത് പോയി നമ്മൾ നേരെ വണ്ടി കയറിയിട്ട് ഒരാൾ നമ്മളെ വെടി വയ്ക്കുക. അയാളെയും കൂടെ അങ്ങ് തീർത്താൽ മതി. എന്നിട്ട് ആ 4 വണ്ടിയും കൊണ്ടുപോയി കളയണം. പക്ഷേ ഇതിൻ്റെ അടുത്ത് വാണ്ടഡ് ലെവൽ വരും. അതാണ് ഈ മിഷൻ. എനിക്ക് ഏറ്റവും പാടുള്ള മിഷൻ ഇതാണ്. അയ്യോ അതിനിത് ഞാൻ കുറേ വട്ടം ഇതിനകത്ത് മിഷൻ ഫെയിലായിട്ടുള്ളതാണ്. ഞാൻ കുറേ കളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മിഷൻ ഞാൻ കളിച്ചതിലെല്ലാം ഞാൻ തോറ്റുപോയി. ഈ മിഷൻ ഇതിനകത്ത് തോക്കാതിരുന്നാൽ മതി. ആ സെക്യൂരിറ്റി ആണെന്നറിഞ്ഞൂടാ. അയാളെ കൊല്ലണം നമ്മൾ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കയറിയിട്ട്. അയാളെ കൊന്ന ബാക്കി അടി കൂടുന്നത് നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ ഇവിടെ വച്ച് ചെറിയൊരു കാര്യമുണ്ട്. 2 സ്റ്റാർ വാണ്ടഡ് ലെവലായി ചത്ത്. ആ പോലീസ് വന്നു. ഇത് ആകാമില്ല. നമുക്ക് ഇത് എങ്ങനെയെങ്കിലും കൊണ്ടുപോയി ഇടിച്ച് നശിപ്പിക്കണം. എന്നിട്ട് ഇനി 4 വണ്ടിയാണോ 3 വണ്ടിയാണോ? ഇത്ര വണ്ടിയായാലും നമുക്ക് നശിപ്പിച്ചാൽ പോരെ ഗൈസ്. നമുക്കിത് ഇടിച്ചിടിച്ച് നശിപ്പിക്കണം. എന്നിട്ടിത് മറ്റേ പുക വരുമല്ലോ, പുക വന്നിട്ട് തീ വരുമ്പോൾ നശിക്കും. അങ്ങനെ ബ്ലാസ്റ്റ് ആകണം. നിങ്ങൾ പോലീസ് വണ്ടി അടുത്ത് വന്നിരുന്നെങ്കിൽ അവരുടെ മേത്തൊന്നും ഉണ്ടാകും. അല്ല പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കിപ്പോൾ 71 ലൈഫേ ഉള്ളൂ. 71 ലൈഫേ ഉള്ളൂ. ഇത് ഓരോ വണ്ടിയും പൊട്ടിക്കുമ്പോൾ ആ 71 ലൈഫിൽ നിന്ന് ഓരോരോ ലൈഫായിട്ട് വരും. പൊട്ടിത്തിറക്കൊന്നും പോണില്ലേ ഇത്.
ആ കുഴപ്പമില്ല, മറ്റേ ചെറിയൊരു ഗണ്ണുണ്ടല്ലോ, പിസ്റ്റൽ വെച്ചിട്ട് നമുക്കത് പൊട്ടിക്കാം. 2 വെടിയെന്ന് വെച്ചാൽ മതി, പിസ്റ്റൽ വെച്ചാൽ പൊട്ടിക്കാം. അതാ കത്തി. ഈ ഓടാൻ പറ്റുന്നില്ല. ഓടാൻ പറ്റുന്നു. പൊട്ടി തെറിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത എടുക്കാം. ഈ പോലീസുകാരെ കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കൂടെ അങ്ങ് പോകാമല്ലേ? ഇടയ്ക്കൂടെ അങ്ങ് പോയിട്ട് അവിടെ നിന്ന് നേരെ തിരിഞ്ഞിട്ട് ബാക്കി വണ്ടികളും കൂടെ എടുത്തുകൊണ്ട് വരാം. എൻ്റെ ഇടയിൽ കൂടെ ഞാനിത് എവിടെ എത്തിച്ചല്ലോ എന്തോ. പഴയ നമ്മൾ കയറുന്ന ആ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് പോയി അടുത്ത വണ്ടി എടുക്കാം. അതുകൊണ്ട് അവിടുത്തെ മാറിയിക്കടാ. ഒരുത്തൻ്റെ ഗണ്ണ് കിട്ടിയേട്ടാ. നമ്മൾ ഇത് മാറിയിട്ട് ചങ്ങാതി മാറിയിട്ടുണ്ട്. ഗണ്ണും കൂടെ കിട്ടി. നമ്മൾ സൈഡിൽ നിന്ന് വെടി വെക്കുന്നു. 9 ലൈഫ് 9 ഉള്ളൂ. പെട്ടെന്ന് കയറിയിട്ട് അവന്മാരെ അങ്ങ് ചതച്ചോണ്ട് അങ്ങ് പോവാം. ആകുമ്പോൾ കുറച്ച് വഴക്കങ്ങ് കുറഞ്ഞു കിട്ടുള്ളൂ. അതാണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ വണ്ടി വന്ന് ചത്തടാ മോനെ, ചത്ത്. ഇതെങ്ങനെ ഞാൻ നശിപ്പിക്കുമോ ദൈവത്തിനറിയാം. നമുക്ക് അങ്ങോട്ട് ആ വഴി പോയിട്ട് തെങ്ങില ബീച്ചില വല്ലതും കൊണ്ടുപോയി കമത്തി വയ്ക്കാം. ഞങ്ങളിതൊന്ന് പൊട്ടിട്ട്. അല്ലാതെ ഈ മിഷീനൊന്നും അങ്ങനെയൊന്നും കഴിയത്തില്ല, ഭയങ്കര പാടാണ്. ഇതും കഴിഞ്ഞ് 2-3 വർഷം വരെ കളിച്ചിട്ടുള്ളൂ. എന്തോ ഒരു ഹോക്കിയുടെ അങ്ങനെ എന്തോ ഇല്ലേ ആവശ്യം വരെ ഞാൻ അവസാനമായിട്ട് കളിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇതുവരെ കളിച്ചിട്ടില്ല. കത്താൻ തുടങ്ങി. ഓടിക്കോ. കുറച്ച് ലൈഫേ ഉള്ളൂ, അതും കൂടെ അങ്ങ് തീർത്താൽ ഞാൻ പറയാൻ പറ്റൂല. 9 ലൈഫിൽ തന്നെ ഉണ്ട് കേട്ടോ. അടി കുറച്ച് അങ്ങ് ഞാൻ നേരത്തെ കൊണ്ടുവന്ന് ഇടിച്ചാൽ നന്നായി. അടി നല്ല കുറവുണ്ട്. പക്ഷെ വാണ്ടഡ് ലെവൽ കഴിഞ്ഞിട്ടില്ലേ? മിഷൻ കഴിയുമ്പോൾ വാണ്ടഡ് ലെവൽ കിട്ടും, $1000 കിട്ടും. അത് അങ്ങനെ കിട്ടിയത് സേഫായിട്ട് നമുക്ക് കൊണ്ടുപോകാം. എൻ്റെ ഒരു ഐഡിയ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഹോസ്പിറ്റലിൻ്റെ അവിടെ കൊണ്ടുപോയി പൊട്ടിക്കാൻ നോക്കാം. അവിടെ മറ്റേ ഒരു ഹാർട്ടിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, അതിനകത്ത് പോയി നിന്നാൽ നമുക്ക് എത്ര കുറവുള്ള ഹാർട്ടാണെങ്കിലും 100 കിട്ടുമല്ലോ. അങ്ങനെ നമുക്ക് നമ്മൾ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ട് ഒന്ന് പണി പാളിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് പോവാം. സ്റ്റക്കായി പോലീസ് സൈഡിൽ കൂടെ പോണ എന്നാ വന്ന് ബസ്റ്റഡാക്കാനുള്ള വഴിയാണ്. എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡോറ് ഒന്ന് തുറന്നല്ലേ. ഒന്ന് പെട്ടെന്ന് പോടാ പാട്ട വണ്ടി, എങ്ങനെ തീർക്കണം ഇത്. അങ്ങനെ തന്നെ ഐലസ തള്ളു വണ്ടി പാട്ടാടാനുള്ള സമയമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തീർക്കാം. അത് പുക വരുന്നു കേട്ടാ, തീ ഒന്നില്ല പുക വരുന്നു. എന്ത് സംഭവിക്കും? മാറി വയ്ക്ക്, പോലീസുകാരെ കൊണ്ട് എനിക്ക് വയ്യ. അയ്യോടാ മോനെ, കത്താൻ തുടങ്ങിയടാ. ഓടിക്കോടാ, പെട്ടെന്ന് ഹാർട്ടിൻ്റെ മുന്നിൽ പോടാ. ബാക്കിൽ നിന്ന് ഒരു വാണ്ടഡ് ലെവലും കിട്ടി, ലൈഫും കൂടി. ഞാൻ പറഞ്ഞ കണക്കോലെ $1000 തന്നെ കിട്ടി. $1000 തന്നെ തന്നെ തോന്നുന്നു. ഇപ്പം എനിക്ക് ഫുൾ 4000 കടന്നു. നമുക്ക് ഇവിടെ വെച്ച് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അല്ല ഇനിയൊന്നുമില്ല. ഇനി നമ്മൾ പാർട്ട് 3ക്ക് വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ വരാം. എന്തോന്നാണ് ഇപ്പോൾ ആരും എന്നെ വിളിക്കുന്നുണ്ട്. എന്തിനാണ് വന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ. ഇവന് എന്താണോ പറയുന്നത്.